എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി പിടുത്തം പിടിക്കാൻ പോവാണ്. അതായത് നമ്മൾ ഓരോ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു സ്റ്റൈൽ കൊടുത്ത് എഫക്ട്സ് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ സ്റ്റാറ്റസും പലരുടെയും സ്റ്റാറ്റസൊക്കെ ഇടത്തില്ലേ, നമ്മുടെ എന്താ പറയുക, ഇഷ്ടപ്പെട്ട ആക്ടേഴ്സിൻ്റെ ഒക്കെ ഒരുപാട് സ്റ്റാറ്റസ് നമ്മൾ ഇൻസ്റ്റയിൽ പേജിലൊക്കെ അവരുടെ ഫാൻസ് പേജിലൊക്കെ നമ്മൾ കാണാം. അപ്പോൾ നമ്മൾ ആലോചിക്കുക എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു VN എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്കതെല്ലാം ചെയ്യാൻ പറ്റും. എങ്ങനെയെന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇത് ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ വീഡിയോയിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ആ വർക്ക് ഏരിയയിലേക്ക് വന്നു. നമ്മൾ ഇന്നൊരു ആപ്ലിക്കേഷൻ എന്ന് നോക്കാൻ പോവുകയാണ്. അതായത് FX എന്ന് പറയുന്ന ഡ്രിമ്മിന് റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് FX എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. നമുക്ക് ആ FX എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എന്താണെന്ന് ജസ്റ്റ് ഞാനൊന്ന് കാട്ടിത്തരാം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെയാണ് FX കാണുന്നത്. അതായത് കണ്ടോ, ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും ഓരോരോ മോഷൻസ് നമുക്ക് എന്താൻ പറ്റും. അതായത് ഈ പിക്ചറിൽ നമുക്ക് എന്ത് കൊടുക്കാം, കണ്ടോ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഇവിടെ ഇത് കൊടുക്കാൻ പറ്റും, മൂവ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. കണ്ടോ, ആ ഒരു പിക്ചറിനെ നമുക്ക് എന്തൊക്കെ രീതിയിൽ എല്ലാ രീതിയിലും മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനൊരു 3 പിക്ചറുണ്ട്, അത് വെച്ച് ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് ഈ ഒരു 3 നമ്മുടെ ലാലേട്ടൻ, നമ്മുടെ മമ്മൂക്ക, അതേപോലെ നമ്മുടെ സുരേഷ് ഗോപി. അപ്പോൾ ഈ 3 പേരുടെ പിക്ചർ വെച്ച് നമുക്ക് ഒരു മോഷൻ എഫക്ട്സ് കൊടുക്കാൻ പോവുകയാണ്. അപ്പം ഇത്രയും ഫോട്ടോ വേണ്ടല്ലോ, ഇത്രയും വേണ്ട. ഞാൻ ഇതിൻ്റെ പകുതി എനിക്ക് ഇത്രയും മതിയെങ്കിൽ ഞാനിവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അത് ഇത്രയും കട്ടായി. ഇനി അത് എന്ത് ചെയ്ത് കൊടുക്കുക, ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പുറത്തെ ഓപ്ഷൻ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും അത് പോയി. ഇനി നമുക്ക് ഇത്രയും വേണ്ട, ഇത് മതി. ഈ ഇത്രയും മതിയെങ്കിൽ അവിടെ വെച്ച് എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും 2 പാർട്സ് ആയി. അപ്പോൾ വേണ്ടാത്ത പാർട്സ് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ആ ഒരു കേഴ്സറിൻ്റെ അവിടെ മൂവ് ചെയ്ത ശേഷം ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി മാറി, അവിടെ അതും പോയി. അതേപോലെ ഈ ഒരു ഫോട്ടോ നമുക്ക് കുറച്ച് മതി, എല്ലാത്തിൻ്റെ ഈ 2 പാർട്ടും ഇത് എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതെടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഡിലീറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. ഇത് ഓൾറെഡി ഇങ്ങനെ ലാസ്റ്റ് വന്ന് കിടക്കുന്നതായിരിക്കും നമ്മുടെ ഏതൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേനും. ഈ ഡയറക്റ്റഡ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട് VNൻ്റെ അപ്പോൾ നമുക്കത് വേണ്ടാത്തതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് മേളിൽ ഡിലീറ്റ് ചെയ്ത് കൊടുത്ത് അപ്പോൾ അത് പോയി. ഇനി നമുക്ക് എന്താ പറയുക, എഫക്ട്സ് കൊടുക്കാം. അതിൽ താഴെ കിടക്കുന്ന ഓപ്ഷനാണ് FX എന്ന് പറയുന്ന ഓപ്ഷൻ. നമ്മൾ FX എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ, കുറേ ഓപ്ഷൻസ് വന്ന് കിടപ്പുണ്ട്. ഏകദേശം ഒരുപാട് ടൈപ്പ് ഓപ്ഷൻസ് വേണം. നമുക്കിപ്പോൾ ഫസ്റ്റിലത്തെ കുറച്ച് ഓപ്ഷൻസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കണ്ടോ, നമ്മുടെ ആ ഒരു ഫോട്ടോയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ വരും. കണ്ടോ, ഇപ്പോൾ നമ്മൾ ഇതെടുക്കുവാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും കണ്ടോ, ഇപ്പോൾ വേറൊരു മോഷൻ വന്നു. ഞാൻ ഇത് കൊടുക്കാൻ പോവാണ്. ഇത് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇനി അടുത്ത പിക്ചർ എടുക്കാൻ പോവാണ്. അടുത്ത പിക്ചർ ഇനിയിപ്പോൾ അത്രയും മതിയെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ഞാൻ സ്പ്ലിറ്റ് കൊടുക്കുക. അപ്പോൾ ഞാൻ അടുത്ത എന്ത് കൊടുക്കാം, നമുക്ക് വേറൊരു എഫക്ട്സ് കൊടുക്കാം. ഈ ഒരു എഫക്ട്സ് കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അടുത്തത് ഈ ഒരു ഫോട്ടോ, നമ്മുടെ സുരേഷ് ഗോപിയുടെ ഫോട്ടോ, അതിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, FX ഇത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് ആ പ്ലേ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇനി നിങ്ങൾക്കിതല്ലാതെ വേറൊരു ഓപ്ഷനും കൊടുക്കാം. FX കൊടുക്കുമ്പോഴത്തേനും ഈ ഒരു ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ കൊടുത്ത് അങ്ങനെ. അതേപോലെ ഇത് 3 നമുക്ക് 3 എണ്ണമായിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ വേറെ കൊടുത്തു. ഇത് ഓക്കെ കൊടുത്തു. എന്തായി മാറി, പ്ലേ കൊടുക്കുമ്പോഴത്തേനും കണ്ടോ, ലാലേട്ടന് വേറൊരു, മമ്മൂക്കയ്ക്ക് വേറെ, സുരേഷ് ഗോപിക്കും വേറെ. കണ്ടോ, ഇപ്പം നമുക്ക് ആ ഒരു എഫക്ട്സ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് FXൻ്റെ ഒരു എന്താ പറയുക, ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ഓഡിയോ നിങ്ങൾക്ക് കൊടുക്കാം. ഓഡിയോ കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുകളിൽ മ്യൂസിക് എന്ന് പറയുന്ന ഓപ്ഷൻ, അതിൻ്റെ തൊട്ട് താഴെ ടെക്സ്റ്റ്, അതിൻ്റെ ലെഫ്റ്റ് താഴെ ഫോട്ടോ, അതിന് താഴെ നമുക്ക് ആ എഡിറ്റ് ചെയ്യുന്ന ഇപ്പോൾ കറണ്ട് അവൈലബിൾ ആയിട്ടുള്ളത്, തൊട്ട് താഴെ നമുക്ക് ആ ആഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് എന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ മാനേജ് ചെയ്യാനാണ് ആ ലെഫ്റ്റ് സൈഡിലെ സൗണ്ട് ബാർ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന താഴെ ഒരു 5 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. അതായത് തൊട്ട് മുകളിൽ മ്യൂസിക് എന്ന് പറയുന്ന ഓപ്ഷൻ, മ്യൂസിക് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ താഴെ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ താഴെ പിക്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുന്നതിന് താഴെ നമ്മൾ ആ കറണ്ട് വീഡിയോ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കറണ്ട് വീഡിയോയിൽ ഒന്നും കൂടെ വേറെ എന്തെങ്കിലും ഒരു വീഡിയോ കൂടെ ആഡ് ചെയ്യണം
വേണമെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ നമ്മളിപ്പോൾ ആഡ് ചെയ്തതിൻ്റെ ആ വീഡിയോയ്ക്ക് ഓൾറെഡി അതിനെന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് താഴത്തെ ആ ഒരു വോളിയം ബട്ടൺ കൊടുത്തിരിക്കുന്നത്.